അതെ, നീ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് തലകാണിച്ചിട്ട് പോരും. അങ്കിൾ ഇവിടെ വന്ന് നിന്നെയും വിളിച്ചല്ലേ? ഇന്നൊരു നിവൃത്തിയില്ല ശ്രീ. ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. എനിക്കിന്ന് രാവിലെ തന്നെ അർജന്റായി ജെറിനെയും കൂട്ടി സിഐയുടെ ഓഫീസിലേക്ക് ഒന്ന് പോകണം. ആ അന്നയുടെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് മീറ്റ് ചെയ്യാറുണ്ടെന്ന്. അന്യൊരു ഇഷ്യൂ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഈ കണ്ടം നാട്ടക്കേസ് എടുത്ത് തലവെച്ചിറക്കാൻ? ശ്രീ, ഒരു സാധാരണ വീട്ടിലെ പാവ പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നം ഇത്. അവൾ എത്ര വലിയ ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നതെന്ന് അറിയാവോ? ആ അന്യം കുർവാച്ചിനെയൊക്കെ എനിക്ക് എത്രയോ നാളായിട്ട് അറിയാം. ആൻഡ് ദേ നീഡ് മൈ ഹെൽപ്പ് നൗ. മാറ്റ കേസ് പോലും. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ ഇന്റേണൽ ബോഡി അത് അന്വേഷിക്കുന്നുണ്ട്. കാരണക്കാരായവരുടെ പേരിൽ നടപടി ഉണ്ടാവും, അത് ഉറപ്പാ. പക്ഷേ ഇതൊന്നും എനിക്ക് മീഡിയയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ഇത് തന്നെ ആ കുട്ടിയുടെ അവസ്ഥയിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും തുറന്ന് സംസാരിച്ചത്. ഇതിപ്പോ നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ച ഒരു കാര്യമില്ലല്ലോ. ഒരു തെറ്റായ വാർത്തയുടെ പുറത്ത് ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ? ശരിയാണ്. പക്ഷെ ആക്ച്വലി ആ മന്ദാരംകാരാണ് മുഴുവൻ കുളവാക്കിയത്. ആ പെങ്കൊച്ചിന്റെ പഴങ്കഥയും ചരിത്രമൊക്കെ എടുത്ത് വാർത്തയാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്ക്? മാഡം, നിങ്ങൾ ഇരുത്തിക്കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. ഇന്നത്തെ മീഡിയ ഉണ്ടല്ലോ, ഭയങ്കര റോങ്ങാ. ഒരു കേസ് പോലും ചാർജ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് വാർത്തയാക്കാൻ ഇവർക്കൊക്കെ ആരാ പെർമിഷൻ കൊടുത്തിരിക്കുന്നു? ഞാനാ ഇവിടെ സ്റ്റേഷൻ ഓഫീസർ. മിനിമം അവരെ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കണ്ടേ? ഇതൊക്കെയാണോ ജേർണലിസം? നിലവിൽ കാര്യങ്ങൾ അങ്ങനെയാണ് സർ. ഒരു ചെറിയ മാത്തമാറ്റിക്സ് പറയാം. നമ്മളൊരു വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്യുന്നു. സോ ബാധിക്കപ്പെട്ട ആൾ ഡെഫിനറ്റ്ലി കോടതി പോകും. അപ്പൊ നമ്മൾ ഒരു മുന്തിയ വക്കീലിനെ വെക്കും, കേസ് നടത്തും. മിക്കവാറും കേസിൽ നിന്ന് നമ്മൾ ഊരിപ്പോരും, അല്ലെങ്കിൽ ഒരു ചെറിയ ഫൈൻ അങ്ങോട്ട് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കേസ് നടത്താൻ ചിലവാകുന്ന തുകയുടെ 10 ഇരട്ടി തുക നമുക്ക് ഈ വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്തതുകൊണ്ട് കിട്ടുമെങ്കിൽ വൈ ഷുഡ് വി ഇഗ്നോർ ദാറ്റ് ഫേക്ക് ന്യൂസ്? റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ എഡിറ്റർ എന്നോട് ചോദിച്ച ചോദ്യം അത്. സോ വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് യു ട്രൈങ് ടു കോഓപ്പറേറ്റ് വിത്ത് അസ്. ഞങ്ങൾ ഏതായാലും മന്ദാരത്തിന്റെ എഡിറ്ററെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാ. അവരെ കൊണ്ടൊരു തിരുത്ത് കൊടുപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യത്തെ ആവശ്യം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ സാറെ വിളിക്കും. സാറിന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയാലോ. സാറൊന്ന് അവരുടെ അടുത്ത് ഒന്ന്. ഞാൻ പറയാം, പക്ഷേ ഫോണിലൂടെ അല്ല, നേരിട്ട്. അല്ലെങ്കിൽ അവൻ അതും റെക്കോർഡ് ചെയ്ത് വാർത്തയാക്കും. ഹായ്. നീ പറഞ്ഞു നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? നോക്ക്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മന്ദാരം ചാനലിലും പേപ്പറിലും ഓൺലൈനിലും ഇതിന്റെ തിരുത്തിന്റെ ന്യൂസ് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു വീഴ്ചയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മന്ദാരമായിട്ട് തുടങ്ങി വെച്ചതായത് ഇതിന് തീർപ്പാക്കണമെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം. ഞാൻ എൻ്റെ ഓൺലൈൻ ചാനലിൽ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാ. ഇത് എത്ര പേരുടെ അടുത്ത് എത്താനാ? കറക്റ്റാ ചേച്ചി പറഞ്ഞത്. പക്ഷേ ഇത് സാറിനോട് നേരിട്ട് കണ്ട് തന്നെ സംസാരിക്കണം, വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോ തന്നെ സാറിനെ കണ്ടു സംസാരിക്കാം. ഹായ് ജോറി, ഇടിച്ചു കയറി വരണ്ടേ? ഇത്രയും ഫോർമാലിറ്റീസിന്റെ ആവശ്യമുണ്ടാ? ഇതിനെത്താണ്ട് ആന പ്ലീസ് ആനക്കാര്യം പോലെ അവതരിപ്പിക്കാനും. നോയിസ്റ്റ് അതിപ്പോ അവനെ കണ്ടപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ബി ബിസി വിത്ത് യുവർ പേപ്പർ ചാനൽ. ബിസി എന്താണെന്ന് എനിക്കറിയണം. ഒരുപാട് വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് അവർ ബേസിക്. ഇത് ഡോക്ടർ അമല. എനിക്കറിയാം. ഡോക്ടർ അമല ശ്രീറാം, പീഡിയാട്രിക് സർജൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എറണാകുളം അല്ലേ? അതെ. തൃശ്ശൂരല്ലേ മുന്നേ വർക്ക് ചെയ്തിരുന്നത്? അതെ. ഞാൻ ഡോക്ടറുടെ വലിയൊരു ഫാനാണ്. ആക്ച്വലി എന്റെ വൈഫാണ് ഫാൻ. എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണാറുണ്ട്. അവൾക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് അച്ചായൻ എന്നെ അച്ചായൻ നമ്മൾ വിളിക്കുക? അച്ചായന് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 3.5 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യമാണ്. എക്സ്ക്യൂസ് മീ സർ. ജിജി പ്ലീസ് സ്റ്റേ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ലാൽ എന്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, അന്നത്തെ ആ റെയ്ഡിനെ കുറിച്ചൊരു ഇതല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മീഡിയയാണ് അതിലൊരു സ്പെഷ്യൽ സ്റ്റോറി കണ്ടെത്തിയത്. ആ സ്റ്റോറിയിൽ വസ്തുതാപരമായ തെറ്റുകളൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് അല്ലേ? But Mr. SJV, you do realize that twist has made a girl's life pathetic, right? Yeah, that I know. അതിൽ തർക്കമൊന്നുമില്ല. സർ
7 PM ബുള്ളറ്റിൻ മന്ദാരം ഓൺലൈൻ മന്ദാരം ഡെയിലി. ഓക്കെ അന്നാച്ചുരത്തിന്റെ വാർത്തയിൽ തിരിച്ചു കൊടുക്കും. ഓക്കെ പോലീസിന്റെ അടുത്ത് കിട്ടിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞ ഒരു കേസൊക്കെ പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കാം. അല്ലല്ലോ അല്ലേ? അതെ അതെ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് Is it okay now, ma'am? Sounds reassuring, yeah. ഇത് പെട്ടെന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് അയക്കണം. Okay, sir. പിന്നെ ഓൺലൈനിലെ റഹീമിനോട് ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറ. Okay. സോ യാ, ജെറിനും ഡോക്ടർക്കും ഏത് സമയത്തും ഇങ്ങോട്ട് വരാം. ഞങ്ങൾ കൂടെ ഉണ്ടാവും. Thank you. ഡോക്ടർക്കായി വന്നപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതില്ല. Okay, thank you. എടാ ന്യൂസ് എന്തായി? ഇപ്പൊ തുടങ്ങും. 7 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം പനിപ്പിടിയിൽ. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. കടുത്ത പ്രതിസന്ധി. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്നതൊഴികെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും വിവരമൊന്നുമില്ല. അതവര് പിന്നെ പറയുള്ളൂ. ഇല്ലെങ്കിലും തോന്നിയാസം ഫ്രണ്ട് പേജിലും മാപ്പ് കുറച്ചില്ല ലാസ്റ്റ് പേജിലും. അതല്ലേ കണക്ക്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പനി ബാധിതർ ഉള്ളത്. ആക്ച്വലി സാർ എന്ത് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു അവർക്ക്. എന്തായാലും നമ്മൾ ചെയ്ത് നന്നായി സാറേ. എന്തായാലും നമ്മളെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ. എങ്ങനെ? ആരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്? എടാ, ഈ ഇമ്മോറൽ ട്രാഫിക് റിപ്പോർട്ട് ചെയ്താരാ? ഇതിന്റെ വിഷ്വൽസ് അയച്ചു തന്നാരാ? അപ്പൊ ഇങ്ങനെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റേഷനിൽ വിളിച്ച് കൺഫേം ചെയ്യേണ്ടതാരായിരുന്നു? ഈ ഒരൊറ്റ കാരണം മതി. വേറെ സ്ഥാപനമാണെങ്കിൽ നീ വീട്ടിലിരുന്നെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവിടെ സംഭവങ്ങൾ പ്രകാശ വേഗത്തിലൂടെ എത്തിക്കുന്നു, അതിലും വേഗത്തിൽ വാർത്തകളാക്കുന്നു. അതിന് മാത്രമുള്ള കൺസേൺ. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായ? ജനങ്ങളൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അവര് വാർത്തയിൽ നിന്ന് അടുത്ത വാർത്ത, അതിൽ നിന്ന് അടുത്ത വാർത്ത, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയാണ് പരീക്ഷണ ഓട്ടത്തിനുള്ള ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. തിരുത്ത്. എടോ, ഈ സ്ഥാപനത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതിൽ പയ്യനും വാർത്ത ഉണ്ടാക്കുന്ന എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന വാർത്ത നാളെ, അയ്യോ സോറി, അത് വാർത്തയല്ല, ക്ഷമിക്കണം, തെറ്റാണെന്നൊക്കെ പറഞ്ഞ പിന്നെ ആരെങ്കിലും നമ്മുടെ വാർത്തയൊക്കെ കാണോടോ? ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ജനസഭയുമായി അഭിലാഷ് ചേരും. നമസ്കാരം. What was that? Where is the news, Jaren? Wait, let me check. ലുക്ക്, 5 million ഫോളോവേഴ്സാ ഒരു രാപ്പകലുകൊണ്ട് ഉണ്ടായത്. എങ്ങനെ? സാധാ അന്നാചരിതന്റെ വാർത്തയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? ഇല്ല. അപ്പോ ചലച്ചിത്ര താരം അന്നാശ്രയത്തിന്റെ വാർത്ത ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കും. അപ്പൊ സ്തോത്രം പാടണ്ടേ നമ്മൾ അന്നേക്ക്? ഷിയർമാൻ അമല, he won't correct it. അവനിത് എവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. Started his new game. അന്ന ചെറിയത്തിനോടൊപ്പം സോഷ്യൽ മീഡിയ താരം ഡോക്ടർ അമല ശ്രീരാമോ. ഇത് 7:05 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. It's a warning, Amala. I shouldn't have trusted him.